രാജ്കോട്ടിൽ ഗെയിം സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി. മരിച്ചവരിൽ 12 പേർ കുട്ടികളാണ്. നാനാ മാവ റോഡിലെ ഗെയിമിംഗ് സോണിൽ ഇന്നലെ വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ രാജ്കോട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഇന്നലെയുണ്ടായ ഈ അപകടത്തിന്റെ ഈ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇത്രയും വലിയ തീപിടുത്തം അത് എങ്ങനെയാണ് ഗെയിം സോണിൽ ഉണ്ടായത്? ഒപ്പം തന്നെ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദുരന്തമുണ്ടായ TRP ഗെയിം സോണിലാണ്. ഈ ഗെയിം സോണിൽ ഇതിനു മുമ്പ് ഇന്നലെയോ മെനഞ്ഞാന്ന് കണ്ട ഒരു കാഴ്ചയിൽ നിന്ന് ഏതാണ്ട് നേർവിപരീതമായ കാഴ്ചകളാണ് ഏതായാലും ഇന്നിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ആകെ ഈ ഗെയിം സോൺ ആകെ കത്തി നശിച്ച അവസ്ഥയിലാണ്. ഇവിടെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ വേണ്ടി കഴിയും. ഇപ്പോഴും ഫയർ എഞ്ചിനുകൾ ഇവിടെയുണ്ട്. ഇനി എവിടെ നിന്നെങ്കിലും വീണ്ടും തീ പടരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കൂളിംഗ് ജോലികളാണ് നിരവധി JCBകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ അവശിഷ്ടങ്ങൾ മാറ്റി ഇനിയും ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. നേരത്തെ ഹർഷ് സാങ്വി പുലർച്ചെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരാളെ കൂടി കണ്ടെത്താൻ ഉണ്ട് എന്നതാണ്, ഒരാൾ മിസ്സിംഗ് ആണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതിനായുള്ള തെരച്ചിലടക്കം ഈ മേഖലയിൽ നടക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിൽ നടന്നതാണ്. ഇപ്പോൾ രാവിലെ ഒരല്പം വേഗത ഈ തെരച്ചിലുകൾക്ക് കുറവാണ് എന്ന് തോന്നുന്നുണ്ട്. 28 പേരുടെ മരണമാണ് ഉണ്ടായത്. അതിൽ 12 പേർ കുട്ടികളാണ്. കുട്ടികളുടെ എണ്ണത്തിൽ ഈ എണ്ണം ഒരുപക്ഷെ വർദ്ധിച്ചേക്കാം. കാരണം കൃത്യമായ എണ്ണം എടുക്കാൻ കഴിയാതിരിക്കുന്നത് മരിച്ചവർ സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്നതൊക്കെ അറിയാൻ കഴിയാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മൃതദേഹങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും DNA പരിശോധന നടത്തിയാൽ മാത്രമേ അത് കണ്ടെത്താൻ വേണ്ടി കഴിയൂ. അതിനുള്ള സജ്ജീകരണങ്ങൾ സിവിൽ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ അത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ടത് ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്നുള്ള അന്വേഷണത്തിലേക്കാണ്. ഏതായാലും സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. സംഭവ സ്ഥലം ഈ സംഘം എത്തി അന്വേഷിക്കുകയും ഇവിടെയുള്ള വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. രാത്രി 3 മണിയോടെ, പുലർച്ചെ 3 മണിയോടെയാണ് ഈ സംഘം ഇവിടെ എത്തിയത്. അവർ അന്വേഷിക്കുന്ന ജോലി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉടമകളായിട്ടുള്ള 4 പേരാണ്. അതിൽ 3 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ NOCകൾ ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചത് എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഓരോ വിഭാഗങ്ങളിൽ നിന്നും അത്തരം വിവരങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിൽ രാജ്കോട്ട് കോർപ്പറേഷനാണ് ഇവിടെ ഇത്തരമൊരു വലിയ സ്ഥാപനം പ്രവർത്തിക്കാൻ NOC ഉണ്ടായിരുന്നില്ല എന്ന് മേയർ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആലോചിക്കേണ്ടത് ഇത്ര വലിയ ഈ സൗരാഷ്ട്ര മേഖലയിൽ തന്നെ ഇത്രയും വലിയൊരു ഗെയിം സോൺ മറ്റെവിടെയുമില്ല. അത്രയും വലിയൊരു ഗെയിം സോൺ ഇത്ര കാലമായി ഇവിടെ പ്രവർത്തിച്ചിട്ടും NOC പോലും ഉണ്ടായിരുന്നില്ല എന്നൊരു ദുരന്തം നടന്നതിന് ശേഷം മാത്രമാണ് കോർപ്പറേഷൻ പറയുന്നത് എന്നതാണ്. ഏതായാലും അത്തരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിന് അനുമതി കൊടുക്കേണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ സർക്കാർ തേടുകയാണ്. പുലർച്ചെ 3 മണിയോടെ തന്നെ എല്ലാ ജീവനക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജീവനക്കാരോട് കളക്ടറുടെ ഓഫീസിലേക്ക് എത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഹർഷ് സാങ്വി പറയുകയും ചെയ്തിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ കളക്ടറേറ്റിൽ എത്തി തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കളക്ടറോട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അനുസരിച്ച് ഒരു AC-യിൽ പൊട്ടിത്തെറി ഉണ്ടായി. പിന്നീട് അത് വലിയ തീയായി പടർന്നു. ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവരും ഇതിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഏതാണ്ട് 30-35ഓളം പേരെ പരിക്കുകളോട് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. പലരും ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. ചിലരുടെ നില മാത്രം ഒരല്പം ഗുരുതരമായിരുന്നു. ഇപ്പോൾ ആ കാര്യത്തിലും ആശങ്കകൾ അധികമില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാലും വലിയൊരു സംഖ്യ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം തീർച്ചയായിട്ടും നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതിന്റെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്തിലെ മറ്റ് ഗെയിം സോണുകളെല്ലാം പ്രവർത്തനം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായ വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അതിന് വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ NOC ലഭിച്ചിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയൊരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉണ്ടായിരിക്കേണ്ട സെക്യൂരിറ്റി മെഷേഴ്സ് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, ഈ ഒരു മേഖല അതൊരു ഓപ്പൺ സ്പേസ് ആണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്നിട്ടും എന്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകിയോ? അത്തരമുള്ള സംശയങ്ങളെല്ലാം ഉയർന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ.
തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോ കാർട്ടിംഗ് നടക്കുന്ന ഒരു മേഖലയിലാണ്. അതായത് ഇവിടെ ചെറിയ കാർ റേസിങ്ങും മറ്റും നടക്കാറുണ്ട്. അവധി ദിവസമാണ്, അവധി സമയമാണ്, വെക്കേഷൻ സമയമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി കുട്ടികളുമായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. കുട്ടികൾ ഈ അവധിക്കാലം ആഘോഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഗുജറാത്തിൽ പലപ്പോഴും അവധിക്കാലത്ത് യാത്രകൾ കുടുംബങ്ങൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ എത്തിയ ഒരു സമയം ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ട് കൂടുതൽ പേര് എത്തുന്ന ഒരു സമയത്താണ് ഈ ദുരന്തമുണ്ടായത്. NOCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ 2 ഇടങ്ങളിൽ നിന്ന് NOC ഉണ്ടായിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിന്ന് NOC ഉണ്ടായിരുന്നില്ല, കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് NOC ലഭിച്ചിട്ടില്ല എന്ന കാര്യവും വ്യക്തമാണ്. ഈ 2 വിഭാഗങ്ങൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു അനുമതി ഇവർക്ക് ഉണ്ടായിരുന്നുണ്ടോ എന്ന കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്ന് ഗുജറാത്തിലെ മറ്റു പല അനുഭവങ്ങളും നമുക്ക് മുൻപിലുണ്ട്. ഇപ്പോൾ മോർബിയിൽ 2 വർഷം മുമ്പ് മോർബിയിൽ ഒരു പാലം തകർന്നപ്പോൾ അവിടെ നിരവധി പേർ താഴെ വെള്ളത്തിൽ പോയി. അവിടെയും ഈ തരത്തിലുള്ള പല അനാവസ്ഥകൾ കണ്ടു. ഏറ്റവും ഒടുവിൽ വഡോദരയിൽ ബോട്ട് മുങ്ങി നിരവധി കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു. പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതേക്കുറിച്ച് അനുമതി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടക്കുന്നത്. അതിൽ പിന്നീട് നടപടികൾ ഉണ്ടാകുന്നു. പക്ഷേ അതുവരെ കാത്തിരിക്കുന്നു. അതിൻ്റെ ഒരു തനി ആവർത്തനമാണ് ഈ രാജ്കോട്ടിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ദുരന്തവും. അതായത് സമീപകാലത്ത് ഗുജറാത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ച് നേരിടുകയാണ്. കോൺഗ്രസ് ഈ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നതും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നതെന്ന് ശക്തി സിംഗ് ഗോഹിൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആരോപിക്കുന്നുണ്ട്. എന്നാൽ BJP ആവട്ടെ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന വീഴ്ചകളാണ് എന്ന് പറഞ്ഞു ഒഴിയാൻ അത്തരം കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് വ്യക്തമാവേണ്ടതാണ്. ഇപ്പോൾ ഈ ശ്രീനാഥ് ഇപ്പോൾ നിൽക്കുന്നത് അപകട സ്ഥലത്താണ്, ആ ദുരന്ത മുഖത്താണുള്ളത്. അതിൻ്റെയൊക്കെ തൊട്ടടുത്ത ബിൽഡിങ്ങുകളൊക്കെ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ചുകൂടി തത്സമയ ദൃശ്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളിലേക്ക് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം തന്നെ അവിടേക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താനുള്ള ഒരു സമയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ ശ്രീനാഥ്? ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. എന്നാലും വലിയൊരു ജനനിബിഡമായ അല്ലെങ്കിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയല്ല. അതുകൊണ്ട് ഫയർഫോഴ്സിനും മറ്റും എളുപ്പത്തിൽ എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ മേഖലയിലാകെ ഈ ലോറികളും മറ്റും നിരവധിയായി എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ്. ഒപ്പം തന്നെ ഫയർ എഞ്ചിനുകളും ഇവിടെ നിരവധിയായി ഉണ്ട്. ഈ രക്ഷാദൗത്യം നടക്കുമ്പോൾ പോലും നീണ്ട നിര ആംബുലൻസിൻ്റെ ഇന്നലെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. ഓരോ മണിക്കൂറുകളിലും 2-3 പേരുടെ മൃതദേഹം വെച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ഇന്നലെ തെരച്ചിൽ നടത്തുമ്പോൾ. അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനൊന്നും തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇതൊരു താൽക്കാലിക കേന്ദ്രമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാം. അലൂമിനിയം ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക നിർമ്മിതിയാണ്. അതിനപ്പുറത്തേക്ക് കോൺക്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ തരത്തിലുള്ള ഒന്നായിരുന്നില്ല ഇത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഈ കത്തിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകത, ഇവിടെ ഫയർ ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അനുമതി കിട്ടിയില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ നിർമ്മാതാക്കൾ, ഉടമകൾ എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു എന്നതിനെ കുറിച്ച് പോലും ഇപ്പോൾ ആർക്കും വ്യക്തമില്ല. ഏതായാലും ദൃശ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നത് അലൂമിനിയം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക കേന്ദ്രമായിരുന്നു. ഇവിടെ കൂടുതൽ സ്ഥലം ചെലവിട്ടിരുന്നത് ഈ ഗോ കാർട്ടിങ്ങിനും മറ്റുമായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള ഇൻഡോർ ഗെയിംസും മറ്റും നടന്നിരുന്ന ഇടമാണ് ആകെ കത്തി നശിച്ചിരിക്കുന്നത്. ശ്രീനാഥാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ അപകടമാണ് രാജ്കോട്ടിൽ ഉണ്ടായതെന്ന കാര്യം വ്യക്തമാണ്. വലിയ അനാസ്ഥ ഗെയിം സോണിൻ്റെ ഉടമകളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സർക്കാരിനെ അറിയിക്കാതെ അല്ലെങ്കിൽ അധികൃതരെ അറിയിക്കാതെയാണ് ആ ഗെയിം സോൺ ഇവിടെ പ്രവർത്തിച്ചതെന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. മറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന പ്രാഥമികമായ വിലയിരുത്തലും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു അലുമിനിയം ഷീറ്റുകൾ ഉണ്ടാക്കിയ താൽക്കാലിക കെട്ടിടം, അതിനകത്താണ് ഇത്രയും കുട്ടികൾ ഒരുമിച്ചെത്തിയതും ഒക്കെ. അതാണ് വലിയ അപകടത്തിനിടയാക്കിയതെന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് രാജ്കോട്ടിലെ അപകട സ്ഥലത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.